ഹായ് ഗൈസ്, ഫോട്ടോങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 2026 നമ്മുടെ ടൈറ്റിൽ പോളിസി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീഡിയോസിന് പല ടൈപ്പിലുള്ള ടൈറ്റിലുകൾ കൊടുക്കുന്ന ആൾക്കാരാണ്. ടൈറ്റിൽ മാത്രമല്ല, ഡിസ്കഷൻ, ഹാഷ്ടാഗുകൾ, കീവേഡ്സുകൾ, ടാഗുകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിനി ടൈറ്റിലുകൾ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇത്തരത്തിൽ നിങ്ങൾ ടൈറ്റിലുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോൾ ചാൻസ് ഉണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എത്തരത്തിലുള്ള കാര്യങ്ങളാണ്, എത്തരത്തിലുള്ള വേർഡ്സുകളാണ് നമ്മളിനി ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 6 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ടൈറ്റിലിനകത്തും ഡിസ്ക്രിപ്ഷനകത്തും ഹാഷ്ടാഗാലും ടാഗാലായും ഇതിലൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് വാർണിംഗ് സ്ട്രൈക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് ചാനൽ ടെർമിനേറ്റ് ആയി പോവാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണുള്ളത്. മോണിറ്റൈസേഷൻ ആൾക്കാരാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായി പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് നമുക്ക് ഡേഞ്ചറസ് ഉള്ള വേർഡ്സ് ആണ് കേട്ടോ. ഡേഞ്ചറസ് ആയിട്ടുള്ള വേർഡ്സുകൾ നമ്മുടെ ടൈറ്റിലിനകത്തോ ഡിസ്ക്രിപ്ഷനകത്തോ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കൂടുതലായിട്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ, അതായത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഫേക്ക് പ്രോമിസ്, നമ്മൾ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഗ്യാരണ്ടീഡ് എന്നുള്ള വേർഡ്സ്, അത് നമ്മൾ ടൈറ്റിലോ തമ്പലിനകത്ത് യൂസ് ചെയ്ത്, പിന്നെ 100% വർക്കിംഗ്, അതായത് 100% വർക്കിംഗ് ആണെന്നുള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നോ ഫെയിൽ അങ്ങനെയുള്ള വേർഡ്സുകൾ നമുക്ക് ടൈറ്റിലിനകത്തോ ഡിസ്ക്രിപ്ഷനകത്തോ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചാൽ മണി സ്കാം ആണ്. നമുക്കറിയാം, ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുപോലെ മണിയായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പ്രശ്നം വരും. മണി സ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടൈറ്റിലിനകത്തോ ഡിസ്ക്രിപ്ഷനകത്തോ ഉപയോഗിക്കാൻ പാടില്ല. എന്തൊക്കെയാണ് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ കീവേഡ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഏൺ മണി, ഫ്രീ ക്യാഷ്, ഓട്ടോ ഇൻകം, ഡെയിലി ക്യാഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കീവേഡ്സിനകത്തോ ടൈറ്റിലിനകത്തോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ആൻഡ് ഇല്ലീഗൽ വേർഡ്സ് ആണ് കേട്ടോ. ഹാക്കിംഗ് ആൻഡ് ഇല്ലീഗൽ വേർഡ്സ് ആണ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഹാക്ക്, ക്രാക്ക്ഡ്, ബൈപ്പാസ്, പിന്നെ ജനറേറ്റ്, പ്രീമിയം ഫോർ ഫ്രീ എന്നുള്ള സംഭവമാണ്. അത് പ്രീമിയം ഫോർ ഫ്രീ എന്ന് നമുക്കറിയാം, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ, നമ്മൾ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വാഗ്ദാനം പോലെ കൊടുക്കുന്നതാണ്. അതങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല, അതൊക്കെ നമുക്ക് പ്രശ്നം വരും. പിന്നെ നാലാമത്തെ ഓപ്ഷനാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വേർഡ്സ്. ഓക്കെ, ഹെൽത്ത് സേഫ്റ്റി കീവേഡ്സ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് കില്ല്, മർഡർ, സൂയിസൈഡ്, ബോംബ്, ഡ്രഗ്, ഗണ്ണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കീവേഡ്സിനകത്തോ ഡിസ്ക്രിപ്ഷനകത്തോ ഉപയോഗിക്കാൻ പാടില്ല. അടുത്തകത്ത് വരുന്ന അഞ്ചാമത്തെ പോയിന്റ് വരുന്ന അഡൽട്ട് കണ്ടന്റ് ആണ്. സെക്സ്വൽ വേർഡ്സ്. ഓക്കെ, അഡൽട്ട് കണ്ടന്റുമായി ബന്ധപ്പെട്ട വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട്, ന്യൂഡ്, സെക്സ്, അഡൽട്ട്, ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കീവേഡ്സിനകത്തോ ടൈറ്റിലിനകത്തോ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ആറാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഹീറ്റ് ആൻഡ് അബ്യൂസ് വേർഡ്സ് ആണ്. ഓക്കെ, അതായത് വയലൻസ്, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ മതപരമായുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, അതായത് മറ്റുള്ള ആൾക്കാർക്ക് മതപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന രീതിയിലുള്ള മതപരമായ വിദ്വേഷം വെച്ച് പുലർത്തുന്ന വേർഡ്സുകൾ, കാര്യങ്ങൾ ഒന്നും നമ്മൾ നമ്മുടെ ചാനലിനകത്തോ യൂട്യൂബിനകത്തോ ഉപയോഗിക്കാൻ പാടില്ല. അത് നമുക്ക് കൂടുതൽ വയലേഷൻ ഉള്ള കാര്യമാണ്. ഹിന്ദു, മുസ്ലിം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വയലേഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തെന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനായിട്ടാണ് ചെയ്തതാണ്. നിങ്ങൾ അറിയാണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെ സർക്കംവെൻഷൻ പോളിസി എന്നൊരു പോളിസി വന്ന് നിലനിൽപ്പുണ്ട്. കാരണം ഒരു ചാനൽ നമുക്ക് എന്തെങ്കിലും വയലേഷൻ വന്ന് ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ചാനൽ നമുക്ക് ക്രിയേറ്റ് ആക്കി അതിനകത്ത് നമുക്ക് തുടരാൻ പറ്റില്ല. നമ്മുടെ ഫേസ് കാണിച്ചോ നമ്മുടെ ഓഡിയോ വെച്ചിട്ടോ നമുക്ക് തുടരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴേ സൂക്ഷിച്ച് ചെയ്യണം. എന്തിനു കാരണം എന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറണ്ട് അല്ല, പിന്നെ നമുക്ക് വേറെ യൂട്യൂബിനകത്ത് നമുക്ക് പിന്നെ തുടരാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യങ്ങൾ വിചാരിക്കണം, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മാനുഷികമായ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൻ റിവ്യൂസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, AI വെച്ചിട്ടുള്ള ചെറിയ മൈന്യൂട്ടായുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അന്നേരം തന്നെ അത് ഡിറ്റക്ട് ചെയ്യും, നമുക്ക് പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.